കാലാകാലങ്ങളിൽ സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് നമുക്ക് പോപ്പുമാർ ഓരോ കാലഘട്ടത്തിന് അനുസരിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് സഭയെ നയിക്കാൻ പോപ്പുമാരെ നൽകിയിരുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമനുസരിച്ച് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യുത്തരമായിട്ടാണ് പരിശുദ്ധ പിതാവ് പോപ്പ് ഫ്രാൻസിസ് 2013 തിരഞ്ഞെടുക്കപ്പെട്ടത്. പരിശുദ്ധ പിതാവിൻ്റെ ഈ ഒരു കാലഘട്ടം എനിക്ക് തോന്നുന്നത് വളരെ പ്രവാചക ദൗത്യം അദ്ദേഹം നിറവേറ്റി സഭയ്ക്ക് ആവശ്യമായ രീതിയിൽ സഭയെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടും വളരെ പ്രൊഫറ്റിക്കായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു എന്ന് പറയാം. കാരണം സഭ നേരിടുന്ന വെല്ലുവിളികൾ, ആ ചലഞ്ചസ്, അതിന് ശരിക്കും ഈ കാലഘട്ടത്തിൽ ഉണ്ടായ നീക്കങ്ങൾ വളരെ ആവശ്യമായിരുന്നു. പരിശുദ്ധ പിതാവുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് കാണാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. പരിശുദ്ധ പിതാവിൻ്റെ ആശയങ്ങളോട് ചേർത്ത് പ്രവർത്തിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞാൻ നോക്കുമ്പോൾ പരിശുദ്ധ പിതാവ് സുവിശേഷവൽക്കരണത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. പരിശുദ്ധ പിതാവ് അതുപോലെ തന്നെ അൽമായ ശാക്തീകരണം, സ്ത്രീ ശാക്തീകരണം, ഇതിനൊക്കെ ഒത്തിരിയധികം മുന്നേറ്റം വളരെയധികം അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമുക്കറിയാമല്ലോ, വത്തിക്കാനിൽ വളരെ സീനിയർ ലെവലിലൊക്കെ സിസ്റ്റേഴ്സിനെയും അൽമാരെയൊക്കെ നിയമിക്കുവാനായിട്ട് പരിശുദ്ധ പിതാവ് മുൻകൈ എടുത്തു. എനിക്ക് തോന്നുന്നു ഇതുവരെ സഭയിൽ നടക്കാത്ത ചില കാര്യങ്ങൾ നമുക്കറിയാം. വത്തിക്കാൻ സുനകദോസിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അൽമായ ശാക്തീകരണത്തെ പറ്റിയൊക്കെ വളരെ ശക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ പ്രാവർത്തികമാക്കുവാനായിട്ട് പരിശുദ്ധ പിതാവ് നിയോഗിച്ച ഒരു വിശുദ്ധനായ പോപ്പായിരുന്നു പോപ്പ് ഫ്രാൻസിസ് എന്ന് ഞാൻ പറയും. അതുപോലെ എൻ്റെ അനുഭവത്തിൽ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം സഭയിൽ 1967 വന്നതാണ്. അതിനുശേഷം നമുക്ക് എല്ലാ പിതാക്കന്മാരുടെയും പൂർണ്ണ പിന്തുണ നമുക്ക് ലഭിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ പോപ്പ് ലിയോ 13 അതിൻ്റെ പ്രാർത്ഥന തുടങ്ങി വെച്ചത്. വെനി ക്രിയാത്തോർ സ്പിരിറ്റൂസ് എന്ന് പറയുന്ന പ്രാർത്ഥന 1 ജനുവരി 1900 പ്രാർത്ഥിച്ചതാണ്. പക്ഷേ അതിനുശേഷം നമുക്ക് പോപ്പ് പോൾ 6 പൂർണ്ണ പിന്തുണ നമുക്ക് ലഭിച്ചിരുന്നു. കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം 1967 സഭയിൽ തുടങ്ങിയപ്പോൾ. പക്ഷേ നമ്മൾ കാണുന്നത് പോപ്പ് ഫ്രാൻസിസ് 2013 ചുമതലയേറ്റ ആ സമയം മുതൽ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തെ ഒന്നിപ്പിക്കുവാനായിട്ടും അതിലുള്ള വ്യത്യസ്തമായ മുന്നേറ്റങ്ങൾ, വ്യത്യസ്തമായ റിയാലിറ്റീസ്, മിനിസ്ട്രികൾ, ശുശ്രൂഷകൾ എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ട് ആ കരിസ്മാറ്റിക് നവീകരണം ശരിക്കും ഒരു സുവിശേഷവൽക്കരണത്തിൻ്റെ മാധ്യമമായി മാറ്റുവാനായിട്ട് പരിശുദ്ധ പിതാവിൻ്റെ വലിയ ഒരു പങ്കുണ്ട്. കാരണം അതിനു വേണ്ടിയിട്ട് പല ശുശ്രൂഷകളായിട്ട് നിന്നിരുന്ന ഇപ്പം ഇക്രസ് ഇൻ്റർനാഷണൽ കാത്തലിക് കരിസ്മാറ്റിക് റിന്യൂവൽ സർവീസസ് എന്ന് പറയുന്ന ഒരു കൗൺസില്, ഫ്രറ്റേണിറ്റി കവനൻ കമ്മ്യൂണിറ്റികൾക്ക് ഒരു കൗൺസില്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നതിനെല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് കാരിസ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ്, അതായത് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം സ്വീകരിച്ച എല്ലാ വ്യക്തികളും അതിൽ നിന്ന് ഉൽപ്പന്നമായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളെയും ഒന്നിപ്പിക്കുന്ന, ക്രോഡീകരിപ്പിക്കുന്ന ഒരു മുന്നേറ്റമായിട്ട് കാരിസ് ഇൻ്റർനാഷണലിനെ പരിശുദ്ധ പിതാവ് സ്ഥാപിച്ചു. അതിനൊക്കെ വളരെ മുൻകൈയെടുത്ത്, ചില എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പരിശുദ്ധ പിതാവ് മുൻകൈയെടുത്ത് അത് ചെയ്തു. അതിൻ്റെ പുറകിൽ ആഗോള സുവിശേഷവൽക്കരണം വലിയൊരു ലക്ഷ്യമായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ പുറകിൽ അൽമായ ശാക്തീകരണം, കാരണം അൽമായരുടെ ഒരു മുന്നേറ്റമാണല്ലോ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ യുവജനങ്ങളുടെ പ്രോത്സാഹിപ്പിക്കുക. കാരിസ് ഇൻ്റർനാഷണൽ സ്ഥാപിച്ച പരിശുദ്ധ പിതാവ് തന്നെയാണ് ഇത് 9 ജൂൺ 2019 പരിശുദ്ധ പിതാവ് പെന്തക്കോസ്ത തിരുനാളിൻ്റെ തലേ ദിവസം വ്യക്തിപരമായി വന്ന് ഈ കാരിസ് ഇൻ്റർനാഷണൽ ലോഞ്ച് ചെയ്തു. ഞാനും അവിടെ സന്നിഹിതനായിരുന്നു. ലോഞ്ച് ചെയ്തു. അന്ന് പരിശുദ്ധ പിതാവിനെ നേരിട്ട് കാണുവാനായിട്ടുള്ള അവസരം ലഭിച്ചു. അപ്പോൾ ആ സമയത്ത് പരിശുദ്ധ പിതാവ് വളരെ കാര്യമായി ഊന്നി പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം എല്ലാ വ്യക്തികളും
എല്ലാ വ്യക്തികളും അറിയണം, അനുഭവിക്കണം. അപ്പം ദിസ് ഈസ് മെൻറ്റ് ഫോർ ദ ഹോൾ ചർച്ച് എന്ന് പരിശുദ്ധ പിതാവ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അതൊരു പ്രധാന ദൗത്യമായിട്ട് ഈ കാരിസ് ഇൻ്റർനാഷണലിനെ ഏൽപ്പിച്ചു. അപ്പോൾ പരിശുദ്ധ പിതാവ് ആഗ്രഹിച്ചൊരു കാര്യം ഇതാണ്, മുഴുവൻ സഭയും നവീകരിക്കപ്പെടണം. സഭയുടെ നവീകരണത്തിന് വേണ്ടിയായിരുന്നു പരിശുദ്ധ പിതാവിൻ്റെ എല്ലാ നീക്കങ്ങളും. സഭയെ നവീകരിക്കുക, സഭയ്ക്ക് പുതിയൊരു ലക്ഷ്യബോധം കൊടുക്കുക, ആത്മാരെ ശക്തീകരിക്കുക, അതുവഴി സഭയിൽ കൂടുതൽ സുവിശേഷവൽക്കരണം ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പരിശുദ്ധ പിതാവ് ചെയ്ത എല്ലാ കാര്യങ്ങളും. ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടെങ്കിലും അതിൻ്റെയൊക്കെ ലക്ഷ്യം ഇതായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. ഈ മാസത്തെ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ മാസം കാരിസ് ഇൻ്റർനാഷണൽ, ഞാൻ അതിൻ്റെ ഒരു മെമ്പറാണ്. അപ്പോൾ കാരിസ് ഇൻ്റർനാഷണൽ പരിശുദ്ധ പിതാവ് ആഗ്രഹിച്ചതനുസരിച്ച് നമ്മൾ ജൂബിലി വർഷത്തിൽ 3 പ്രോഗ്രാംസ് അവിടെ ഓർഗനൈസ് ചെയ്തായിരുന്നു ഈ മാസം. അതായത് മാർച്ച് 31 മുതൽ ഏപ്രിൽ 6 വരെ അങ്ങനെ ഓർഗനൈസ് ചെയ്തപ്പോൾ ഈ 3 ഏപ്രിൽ പരിശുദ്ധ പിതാവ് നേരിട്ട് നമ്മളെ കാണാനായിട്ടിരുന്നതാണ്. എല്ലാവരെയും, ഈ പങ്കുചേരുന്ന എല്ലാവരെയും കാണാനായിട്ട് അപ്പോയിൻമെൻറ്റ് ലഭിച്ചതാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ പോപ്പ് പോൾ 6 ഹാളിൽ ഒന്നിച്ചു കൂടി പരിശുദ്ധ പിതാവ് 2 മണിക്കൂർ നമ്മളത് ചെലവഴിക്കാനായിട്ടിരുന്നതാണ്. ഞങ്ങൾ നേരിട്ട് കാണാനായിട്ടിരുന്നതാണ്. പക്ഷേ അതൊന്നും സാധിച്ചില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പരിശുദ്ധ പിതാവിൻ്റെ നേരിട്ടുള്ള അനുമതി അനുസരിച്ച് നടന്നു. അത് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് 31 മാർച്ച് മുതൽ 4 ഏപ്രിൽ വരെ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റിയുള്ള ട്രെയിനിങ് ഈ റോമിൽ തന്നെ ഫ്രറ്റേണ ദോമോസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് അവിടെ പങ്കുചേർന്നിരുന്ന ഏകദേശം 700 പേരും, പിന്നെ ആ ദിവസം ഞങ്ങളോട് പങ്കുചേരാൻ ആഗ്രഹിച്ചിരുന്ന ഏകദേശം 1500 പേര് ആണ് ഈ പോപ്പ് പോൾ 6 ഹാളിൽ ഒന്നിച്ചു കൂടിയത്. അവിടെ ഒന്നിച്ചു കൂടിയപ്പോൾ ഞാൻ തന്നെ കൊടുത്ത ഒരു സജഷനായിരുന്നു, അതായത് നമുക്ക് ഈ വത്തിക്കാനിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണല്ലോ, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒന്നാണല്ലോ. അപ്പോൾ സഭയ്ക്ക് വേണ്ടി വത്തിക്കാനിൽ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ പ്രസിഡൻറ്റ് പീനോ സ്കഫൂറോ അദ്ദേഹം നേരിട്ട് പരിശുദ്ധ പിതാവിനെ കണ്ട് പരിശുദ്ധ പിതാവിനോട് അതിന് അനുമതി ചോദിച്ചപ്പോൾ പരിശുദ്ധ പിതാവ് പറഞ്ഞൊരു കാര്യം ഇതാണ്, യെസ്, സഭയ്ക്ക് ഒത്തിരി പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്, നിങ്ങളത് ചെയ്യണം എന്ന് പറഞ്ഞ് പരിശുദ്ധ പിതാവ് പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ 11 മുതൽ 1 മണി വരെ 3 മണിക്കൂർ വത്തിക്കാൻ ഗാർഡനിൽ ഈ വ്യക്തികൾക്കെല്ലാം പ്രാർത്ഥിക്കുവാനായിട്ടുള്ള അനുവാദം പരിശുദ്ധ പിതാവ് നേരിട്ട് നൽകി. പരിശുദ്ധ പിതാവ് അപ്പോൾ ഇതും പറഞ്ഞു, സാധിക്കുമെങ്കിൽ ഞാനും നിങ്ങളോട് ഒത്തുചേരാം എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ നമുക്കറിയാമല്ലോ, പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യനിലയൊക്കെ വളരെ മോശമായതുകൊണ്ട് പരിശുദ്ധ പിതാവിനെ നമുക്ക് കാണാനും സാധിച്ചില്ല, പരിശുദ്ധ പിതാവിനകത്ത് പങ്കുചേരാനും സാധിച്ചില്ല. പക്ഷേ നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോ അനുസരിച്ച് നമ്മൾ അവിടെ ഏകദേശം 1500 പേരെ 66 രാജ്യങ്ങളിൽ നിന്നും വത്തിക്കാനിൽ നിങ്ങൾ കാണുന്ന ഇത്, അതായത് പരിശുദ്ധ പിതാവിൻ്റെ ഒഫീഷ്യൽ റെസിഡൻസിൻ്റെ നേരെ താഴെയാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. അത് പേപ്പൽ പാലസിലാണ് നമ്മളിപ്പോൾ ഈ 66 രാജ്യങ്ങളിൽ നിന്നുള്ള 1500 പേര് ഒന്നിച്ചു കൂടിയത്. അപ്പോൾ അവിടെ 4 പിതാക്കന്മാരുണ്ടായിരുന്നു. ഈ പിതാക്കന്മാർ നേതൃത്വം നൽകി നമ്മൾ അവിടെ ഒരു ജെറിക്കോ പ്രാർത്ഥന നമ്മൾ സാധാരണ പറയുന്ന ഒരു പ്രാർത്ഥനയാണ്, പക്ഷേ നമ്മളത് പ്രെയർ പിൽഗ്രിമേജ് എന്ന് പറഞ്ഞ് അവിടെ നടത്തിയത്. അപ്പോൾ ഈ 1500 പേര് വത്തിക്കാൻ ഗാർഡനിൽ 2.5 മണിക്കൂർ നേരം ചുറ്റി നടന്ന് സഭയ്ക്ക് വേണ്ടിയിട്ടും പരിശുദ്ധ പിതാവിന് വേണ്ടിയും പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ 1500 പേര് നടന്നു വന്നപ്പോൾ ഈ പരിശുദ്ധ പിതാവ് ഇപ്പോൾ താമസിക്കുന്ന കാസ സാന്ത മാർത്ത എന്ന് പറയുന്ന ആ സ്ഥലത്ത്, അതിൻ്റെ തൊട്ട് മുമ്പിൽ കൂടെയാണ് ഈ 1500 പേര് നടന്നു പോരുന്നത്. അപ്പോൾ അന്നേരം അവരവിടെ നിന്ന് വന്ന് പറഞ്ഞു, പരിശുദ്ധ പിതാവിന് ചേരാൻ സാധിക്കുന്നില്ലെങ്കിൽ പരിശുദ്ധ പിതാവ് അറിയുന്നുണ്ട് നിങ്ങൾ പുറത്തോടെ മാർച്ച് ചെയ്ത് പോകുന്നു. അത്രമാത്രം പരിശുദ്ധ പിതാവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചു, സഭയ്ക്ക് മുഴുവനും വേണ്ടിയിട്ട്. അന്ന് ഞങ്ങൾ പരിശുദ്ധ പിതാവിന് വേണ്ടിയും പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും ദൈവഹിതം നിറവേറട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഈ 1500 പേരും വന്ന് വിശുദ്ധ കവാടത്തിലൂടെ നമ്മൾ പ്രവേശിച്ചു, ഹോളി ഡോറിലൂടെ നമ്മൾ പ്രവേശിച്ചിട്ട് ഇപ്പോൾ കാണുന്നത് അവിടുത്തെ ആ കൺക്ലൂഡിങ് ദിവ്യ ബലിയാണ്. നമുക്ക് ഏകദേശം 200 വൈദികർ, 4 പിതാക്കന്മാർ, ഇന്ത്യയിൽ നിന്നുള്ള ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് കാലിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ സെൻറ്റ് പീറ്റേഴ്സ് ചെയർ, നമുക്കറിയാമല്ലോ, പേപ്പൽ ഓൾട്ടർ അൾത്താര,
ആ ആൾത്താരാണ് ഇപ്പോൾ ഭൗതിക ശരീരം വെച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് മുമ്പ് അതിൻ്റെ പുറകെ ഈ സെൻറ്റ് പീറ്റേഴ്സ് ചെയർ എന്ന് പറഞ്ഞാൽ, അതായത് പത്രോസ് ഇരുന്ന കസേരയുണ്ട്. ആ കസേരയുടെ മുകളിലാണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ചിഹ്നം, നമുക്കെല്ലാവർക്കും അറിയാം. പരിശുദ്ധാത്മാവിൻ്റെ ആ ഗ്ലാസ് സ്ക്രീനിൽ നമുക്ക് ഫോട്ടോ കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെ താഴെയാണ് ഈ കസേര. ആ കസേരയുടെ താഴെ ആയിരുന്നു ഈ ദിവ്യബലി, അതിൻ്റെ കൺക്ലൂഡിങ് ദിവ്യബലി നടക്കുന്നത്. അതിൻ്റെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പെർമിഷൻ നേരിട്ട് നമുക്ക് ലഭിച്ചത് പരിശുദ്ധ പിതാവിൽ നിന്നാണ്. പരിശുദ്ധ പിതാവിന് പങ്കുചേരാൻ സാധിച്ചില്ലെങ്കിലും പരിശുദ്ധ പിതാവ് ശരിക്കും ആത്മീയ തലത്തിൽ അവിടെ പങ്കുചേർന്നു. പരിശുദ്ധ പിതാവ് എഴുതിയ ഒരു ലേഖനം, അതായത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു ലേഖനം അവിടെ ഞങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. അപ്പോൾ അങ്ങനെ പരിശുദ്ധ പിതാവ് അത്രമാത്രം സഭയുടെ നവീകരണം ആഗ്രഹിച്ചു. പരിശുദ്ധ പിതാവ് ഏതൊരു പുതിയ ഇനിഷ്യേറ്റീവ്, ഇപ്പോൾ ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് പുതിയതായിട്ട് വന്നപ്പോൾ അതിനെ ഞാൻ നേരിട്ട് പിതാവിനെ കണ്ടപ്പോൾ എൻ്റെ പുസ്തകം, ഞാൻ എഴുതിയ ആ പുസ്തകം 17 ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ആ പുസ്തകത്തിൻ്റെ സ്പാനിഷ് വേർഷൻ പരിശുദ്ധ പിതാവിന് നേരിട്ട് കൊടുക്കാൻ സാധിച്ചു. പരിശുദ്ധ പിതാവ് എന്നെ വളരെ പ്രോത്സാഹിപ്പിച്ചു. അതിനുശേഷം ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് കാലിസ് നേരിട്ട് കണ്ടപ്പോൾ ഈ പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന സഭ മുഴുവൻ പ്രചരിപ്പിക്കുന്നതിനെ പറ്റി പരിശുദ്ധ പിതാവ് ഡിസ്കസ് ചെയ്യുകയും അതിനുശേഷം അത് സഭ മുഴുവൻ പ്രചരിപ്പിക്കുവാനായിട്ട് പരിശുദ്ധ പിതാവ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒത്തിരിയധികം പ്രോത്സാഹനങ്ങൾ നമുക്ക് ഏത് കാര്യത്തിലും, നല്ലൊരു കാര്യം പരിശുദ്ധ പിതാവിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അതിനെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ടുള്ള ആ സന്മനസ് പരിശുദ്ധ പിതാവിൻ്റെ വലിയൊരു ഗുണമായിരുന്നു. അത് ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയ്ക്ക് ഒരാവശ്യമായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നത് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് പോപ്പ് ഫ്രാൻസിസിനെ ഉപയോഗിച്ചു എന്ന് ഉള്ളതിന് ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ്.